യെസ്, ദി 2026 ഈസ് പ്രഡിക്റ്റബിൾ. സംശയമുണ്ടോ? മറ്റാരുടെ കാര്യത്തിലും വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം പ്രഡിക്റ്റ് ചെയ്തൂടെ? അതെ, വിത്തിൻ ഫ്യൂ ഡേയ്സ് 2026 ഇങ്ങെത്തും. അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് തയ്യാറാക്കിയാൽ 2026 നമുക്ക് ബെസ്റ്റ് ഇയർ ആക്കാം. 2026 നമ്മുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് വേർഷൻ ആക്കാനായി കുറച്ച് കാര്യങ്ങൾ ഈ ദിവസം മുതൽ തുടങ്ങിയാൽ മതി. ഓരോരുത്തർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചിലർക്ക് ബോഡി ഒന്ന് ഫിറ്റാക്കണം, ചിലർക്ക് ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, ചിലർക്കോ ക്യാരക്ടറിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തണം. മറ്റ് ചിലരുണ്ട്, എൻ്റെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവർക്കായി സമയം കണ്ടെത്തണം. ദാറ്റ് മീൻസ് അവർക്കിപ്പോൾ അറിയാം ബന്ധങ്ങളുടെ വില, അത് ഫാമിലിയോ ഫ്രണ്ട്സോ ഓർ എനി അതർ റിലേഷൻ. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷുഡ് ബി ഓൾവേസ് അവർ സെൽഫ്, ഐ മീൻ സെൽഫ് ലവ്. എവിടെ മാറ്റം വരുത്തണമെങ്കിലും ആദ്യം നമ്മൾ സ്വയം മാറണം, അല്ലേ? നമ്മളെ സ്നേഹിക്കണം. ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് കണ്ണാടിക്ക് മുൻപിലിരുന്ന് കണ്ണിലേക്ക് നോക്കി ചിന്തിക്കുക. പാസ്റ്റിൽ നമ്മൾ കാഴ്ചവെച്ച ബെസ്റ്റ് വേർഷൻ ഒന്നും മാഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ചിലർക്കെങ്കിലും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ശരിയാണല്ലോ, ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, ഓർ ഒരു നല്ല ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒട്ടും വൈകിയിട്ടില്ല. ഇവിടെ നിന്നും തുടങ്ങുക. പ്രായം പലപ്പോഴും വെറും നമ്പർ മാത്രമാണ്. അതിനൊരുപാട് പേർ നമുക്ക് ഉദാഹരണമായിട്ടുമുണ്ട്. സോ നാളേക്ക് വെക്കേണ്ട, ഇപ്പോൾ തുടങ്ങാം. വരും വർഷം ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തയ്യാറാക്കുക. മിനിമം 2-3 മാറ്റങ്ങളുണ്ടാവട്ടെ. എന്നിട്ട് പിന്നീട് നമുക്ക് അത് കൂട്ടി വരാം. എന്നിട്ട് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം, ഡെയിലി വർക്കൗട്ട് ചെയ്യണം, റീഡിങ് ഒരു ഹാബിറ്റ് ആക്കണം. ഇങ്ങനെ കുറച്ചുകൂടെയുണ്ട്. അതിൽ 3 ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എല്ലാത്തിനും 15 മിനിറ്റ്. പോകെ അത് ടൈം കൂട്ടണമെന്നുള്ളവർക്ക് കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ബെറ്റർ വേർഷൻ നമ്മൾ പുറത്തു കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ 2026 എത്തുമ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിനായി റെഡിയായി. തളർത്തുന്നവർ അവിടെ ഇരുന്ന് തളരട്ടെ. നമ്മളെ തളർത്താൻ നമ്മൾ അനുവദിക്കരുത്. നമ്മുടെ ലൈഫിൻ്റെ കീ നമ്മുടെ കയ്യിലാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പകരം വെക്കാൻ കഴിയാത്ത ദൈവം എല്ലാവർക്കും ഒരുപോലെ തന്ന വിലമതിക്കാനാകാത്ത ഗിഫ്റ്റ്. നമ്മൾ എവിടെയാണോ അവിടെ നിന്നും തുടങ്ങുക. ഡു നോട്ട് വെയിറ്റ് ഫോർ എനിത്തിങ്. സോ കീപ് ഇറ്റ് മൈൻഡ്, ബി ഹാപ്പി ആൻഡ് താങ്ക് യു.